അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുടുംബ ബന്ധവുമായി സംബന്ധപ്പെട്ട വിഷയങ്ങളായിട്ട് നാല് ഹദീസ് ക്ലാസ്സിലൂടെ വിവരിച്ചു കൊണ്ടിരുന്നു. എൻ്റെ 316 ഹദീസ്. ഈ ഹദീസിലും അതിനെ സംബന്ധിച്ച് രണ്ട് വിഷയമായിട്ട് ഒന്ന് മാതാപിതാക്കൾ, പിന്നൊന്ന് കുടുംബം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾക്ക് ഉമ്മടോട്ടുള്ള കടപ്പാടുകളെ സംബന്ധിച്ച് വിവരിച്ചു കൊടുക്കുന്നത്. അതായത് അയാൾ വന്ന് കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ല നിരക്കിനാണ് സഹവസിക്കേണ്ടത് ആറൊട്ടുകൾ. അപ്പൊ നബി ചൊല്ലു ഉമ്മടൊട്ടുകൾ, പിന്നെ ആറൊട്ടു അപ്പനും ഉമ്മടൊട്ടുകൾ, പിന്നെ ആറൊട്ടുകൾ കേൾക്കുന്നത് അപ്പനും നബി തങ്ങൾ ഉമ്മടൊട്ടുകൊണ്ട്, പിന്നെ ചൊല്ല് നിന്റെ ബാപ്പടൊട്ടുകൊണ്ട്. അപ്പൊ 3 വട്ടം ഉമ്മടൊട്ടു ചൊന്നു. കാരണം ഉമ്മടൊട്ടുള്ള കടപ്പാടുകൾ കൂടുതലായിട്ടില്ല. ബാപ്പടേക്കാൾ 2 പട്ട് ജാസ്തി ആയിട്ട് ഉമ്മടോട്ടുള്ള കടപ്പാട്. കാരണം പ്രസവിച്ചത് ഉമ്മ, ശരിയേക്കുമ്പോ എല്ലാ നിലക്കും വളർത്തിയെടുത്തതും ഉമ്മ. അപ്പൊ ഉമ്മടൊട്ടുക കൂടുതൽ കടപ്പാടുണ്ട് എന്ന് ചെന്നിട്ട് ബാപ്പടൊട്ടുക ഇല്ലാണ്ടല്ല, ബാപ്പടൊട്ടുക ഇന്നതിനേക്കാൾ 2 പട്ട് ജാസ്തി ഉമ്മടൊട്ടുകൊണ്ട് എന്നുള്ളത്. അപ്പൊ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ കാലി ഉമ്മടൊട്ടുക മാത്രമല്ല ബാപ്പടൊട്ടുകും ഉണ്ട്. അപ്പോൾ ബാപ്പടേക്കാൾ ജാസ്തി ഉമ്മടൊട്ടുകൊണ്ട് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് നോക്കാം. വഅൻഹു റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ല്, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ചെന്ന്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി, നല്ല നിലക്ക് നാനു സഹവസിക്കൽ കൊണ്ട്, നല്ല അങ്ങോട്ട് പെരുമാറൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ബന്ധിച്ചത് ആറിട്ടാക്കി. കാല ഉമ്മുക്ക്, അപ്പൊ ഞങ്ങൾക്ക് ഉമ്മുക്ക് നിന്റെ ഉമ്മ. കാല സുമ്മമൻ, പിന്നെ കേൾക്കലും പിന്നെ ആറ് നബിയെ. കാല ഉമ്മുക്ക്, അപ്പൊ നബി തങ്ങ ചെന്ന് നിന്റെ ഉമ്മ. കാല അയാൾ ചൊല്ല സുമ്മമൻ. കാല ഉമ്മുക്ക്, അപ്പൊ നിന്റെ ഉമ്മാന്റെ ചെന്ന്. കാല സുമ്മമൻ, പിന്നെ ആറൊട്ടി. കാല അബൂക്ക, നിന്റെ ബാപ്പടൊട്ട് പോകും. മുത്തഫഖുൻ അലൈഹി. വഫീ റിവായത്തിൻ യാ റസൂലല്ലാഹ് മൻ അഹഖു ബിഹുസ്നി സുഹബത്തി, പിന്നെ റിപ്പോർട്ടിലുള്ളത് ഇങ്ങനെ, സുഹബത്ത് കൊണ്ട് സഹവസിക്കൽ കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് സഹവസിക്കേണ്ടത് ആറൊട്ടുകും. കാല ഉമ്മുക്ക, നിന്റെ ഉമ്മടൊട്ടുകും. സുമ്മ ഉമ്മുക്ക, പിന്നെ നിന്റെ ഉമ്മടൊട്ടുകും. സുമ്മ ഉമ്മുക്ക, പിന്നെ നിന്റെ ഉമ്മടൊട്ടുകും. സുമ്മ അബാക്ക, പിന്നെ നിന്റെ ബാപ്പടൊട്ടുകും. സുമ്മ അതിനാക്ക, പിന്നെ നിന്റെ 6 കൂടുതൽ മുട്ടുള്ളവർ, അങ്ങനെ ആൾമാർ. അപ്പൊ കുടുംബ ബന്ധവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആൾമാർ എന്നർത്ഥം. അപ്പൊ ഉമ്മടൊട്ടും ബാപ്പടൊട്ടും ഏറ്റവും കൂടുതലായിട്ട് കടപ്പാടുകളുള്ളത്. സ്വഹാബത്ത് ബിമാന സൂബ ഖൗലു സുമ്മ അബാക ഹകദ മൻസൂബുൻ ബിഫീലി മഹദൂഫ് ഐ സുമ്മ ബിർറ അബാക വഫീ റിവായത്തിൻ സുമ്മ അബൂക വഹാദ വാദിഉ. അതായത് സുമ്മ അബാക്കാൻ ചെന്നാൽ നിന്റെ ബാപ്പക്ക് നീ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യണം. പിന്നെ റിപ്പോർട്ട് സുമ്മ അബൂക്കാണ്ടുണ്ട്, അവിടെ പിന്നെ അത് മനസ്സിലവിടെ ഒന്നായിട്ടിക്കണം. അപ്പൊ അത് ഹദീസിലെ പിന്നെ പദങ്ങൾ അവിടെ വിവരിച്ചതായിട്ടിക്കണം. 314 ഹദീസ്. വഅൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെയായിട്ടിക്കണ ഹദീസ് റിപ്പോർട്ട് ആക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാല റഗിമ അംഫുൻ. റഗിമ അംഫു എന്നെങ്കിൽ മൂക്ക് നിലത്തേക്ക് മണ്ണ് കുത്തട്ട് എന്നർത്ഥം. അതിനർത്ഥം നിഞ്ഞനായി പോട്ട് എന്നർത്ഥം. സുമ്മ റഗിമ അംഫുൻ, പിന്നെയും അവൻ നിഞ്ഞനാവട്ട്. സുമ്മ റഗിമ അംഫുൻ, ആര്? മൻ, ഒരുത്തൻ. അദ്റക അബവൈഹി ഇൻദൽ കിബർ. 3 വട്ടം നബി തങ്ങൾ ചെന്ന്. മൂക്ക് മണ്ണ് കുത്തട്ടുണ്ടായിട്ട് പദത്തെ നേരർത്ഥം. പക്ഷെ അവിടെ ഉദ്ദേശം ഈ മണ്ണ് കുത്തൽ അങ്ങനെ എന്തില്ല, അവൻ നിഞ്ഞനായി പോട്ട് എന്നർത്ഥം. ആര് എന്തുണ്ടാ? 3 വട്ടം നബി തങ്ങൾ ചെന്ന് ബാപ്പ ഉമ്മയുടെ വയസ്സായ കാലത്ത് എത്തിച്ച്. അഹദവുമ ഔക്കിലേയുമ, ചിലപ്പോ ബാപ്പ ഉമ്മയിൽ നിന്ന് ഒരാളാവാം, അല്ലെങ്കിൽ 2 ആളാവാം. അങ്ങനെ വയസ്സായ കാലഘട്ടത്തിൽ എത്തിച്ച് ഫലം യദുഖുലിൽ ജന്ന, അവനക്ക് സ്വർഗത്ത് കടക്കുകയില്ലെങ്കിൽ അവൻ നിഞ്ഞനായി പോയെന്ന് റവാഹു മുസ്ലിം. അപ്പൊ ബാപ്പ ഉമ്മ, വയസ്സായ ബാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ 2 ആളും കൂടി ഉള്ളത്, എന്നിട്ട് ഒരു മനുഷ്യർ സ്വർഗത്ത് കടക്കുകയാവില്ല എന്നുണ്ടെങ്കിൽ ആ സ്വർഗത്ത് കടക്കാത്ത മനുഷ്യരെ സംബന്ധിച്ചായിട്ട് കിടച്ചു. എന്തുവന്നെങ്കിൽ ബാപ്പ ഉമ്മ വയസ്സായിട്ടുണ്ടെങ്കിൽ സ്വർഗത്ത് കടക്കോ വേറൊന്നും വലിയ അമല് വേണ്ട, അങ്ങനെ ചന്തത്തിൽ നോക്കിയമ്മേ. അപ്പൊ അങ്ങനെ നല്ല ഹിദ്മത്തെടുത്തെങ്കിൽ അങ്ങക്ക് നല്ല ഗുണം ചെയ്തമ്മേ, അങ്ങനെ സന്തോഷിപ്പിച്ചമ്മേ. അപ്പൊ ബാപ്പ ഉമ്മയുടെ ഹിദ്മത്തെടുക്കട്ടെ, അങ്ങനെ സന്തോഷിപ്പിക്കട്ടെ
എന്നതിനർത്ഥം അങ്ങക്ക് ഇപ്പൊ ഈ വയസ്സായ ആൾമാർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പുതിയതെന്തും നമുക്ക് ആവശ്യമില്ല. അങ്ങനെ മനസ്സിലുള്ള സന്തോഷം എന്നു പല കാലത്ത് ഹിസ്റ്ററി അങ്ങ് ചൊല്ലുവാർ, അല്ലെങ്കിൽ പല വിഷയം ചിലപ്പോൾ ചൊന്നതായിട്ടിരിക്കും. അപ്പൊ ഞങ്ങൾ അതൊക്കെ വെച്ച് കാതു കൊടുക്കുക എന്നതായിട്ടാണ് അങ്ങനെ മനസ്സിക്ക് ഏറ്റവും വലിയ സന്തോഷം അല്ലേ. ഇപ്പൊ വയസ്സായ ഉമ്മക്ക് നല്ലൊരു ഫോൺ കൊണ്ട് ഐഫോൺ കൊണ്ടിട്ട് കൊടുത്ത് അയിമ വേണ്ട, അല്ലെ വലിയൊരു കാർ എടുത്ത് കൊടുത്തതിന് അയിമക്കത് വേണ്ട, അയിമക്ക് അതൊന്നും ആവശ്യമില്ല. പിന്നെ അങ്ങക്ക് മനസ്സിക്ക് സന്തോഷത്തിന് കുറെ വിഷയങ്ങൾ അങ്ങ് ചൊല്ലുന്നത് അത് കാതു കൊടുക്കണം, അങ്ങോട്ട് വെച്ച് പലക്കറിയണം, അങ്ങോട്ട് കൂടണം, ഇതായിട്ടേക്കടെ അങ്ങ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങോട്ട് അങ്ങനെ സന്തോഷിപ്പിക്കേണ്ടത് ഏത് രീതിയിലാണോ ആ രീതിയിൽ ഹലാലായ രീതിയിൽ അങ്ങനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അത് മാതാപിതാക്കളോട്ട് ഞങ്ങൾ ചെയ്യേണ്ട കടപ്പാടുകളായിട്ട്, പ്രത്യേകിച്ചും ചിലപ്പോൾ വിഷയിച്ച് ഒന്നിങ്ങളെ ചൊന്നതായിട്ട് പിന്നെയും ചൊല്ലും. അപ്പൊ ഞങ്ങൾ ജോറാക്കിയിട്ട് അങ്ങനെ മുണ്ടാൻ പറ്റില്ല. അത് കാത് കൊടുക്കുള്ള സബുറ് നമുക്ക് വേണം. അങ്ങനെ സന്തോഷം ചെന്നാൽ അത് ഞങ്ങൾ അങ്ങ് ചൊല്ലിന്റെ വിഷയങ്ങൾ കാത് കൊടുക്കൂടെ ആള് വേണമെന്നുള്ളൂ. അങ്ങോട്ട് പലക്കെ പറയണം, ചിരിക്കണം, അത്തരം കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് വേണ്ടത്. അള്ളാഹു ഞങ്ങളെയും മാതാപിതാക്കളെയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സജ്ജനങ്ങളിൽ പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ, സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.